സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് LKG ക്ലാസ്സുകളിലെ UKG ക്ലാസ്സുകളിലെ കുട്ടികളുടെ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ആണ്. എല്ലാ രക്ഷിതാക്കൾക്കും ഒരു കൺസേൺ ഉള്ളതാണ്. കുട്ടി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് ഉടനെ വിത്തിൻ 1 മന്ത് അവർ എഴുതണം. അപ്പൊ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ അയ്യോ അതെന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പഠനം പിന്നിലാണോ എന്നൊക്കെ നമ്മൾ നോക്കും. ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ പഠനത്തിന്റെ നിലവാരം അളക്കേണ്ടത് അവരെഴുതുന്നത് മാത്രം വെച്ചിട്ടല്ല. അവരെഴുതേണ്ട പ്രായമാണോ അത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവരെന്ത് എഴുതണം എന്ന് ചിന്തിക്കണം. അവർക്ക് എഴുതാൻ വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് റൈറ്റിംഗ് നടക്കുകയുള്ളൂ. ഇതൊക്കെ റൈറ്റിംഗിന്റെ ഭാഗവുമാണ്. ആദ്യം തന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് റൈറ്റിംഗ് അല്ല ലേണിംഗിന്റെ ക്രൈറ്റീരിയ. നമ്മൾ നോക്കുമ്പോൾ ഈ നന്നായിട്ട് എഴുതുന്നുണ്ട്, അപ്പൊ നന്നായി പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എഴുത്ത് ചില കുഞ്ഞുങ്ങൾ വായിക്കാൻ പോലും അറിയാതെ പകർത്തി നല്ല ഭംഗിയായി എഴുതി വെക്കും. അവർക്കത് എന്താണെന്ന് പോലും അറിയണ്ടാവില്ല, പക്ഷെ അവരത് എഴുതും. അതുകൊണ്ട് അവർ പഠിക്കുന്നു എന്നല്ല അർത്ഥം. അപ്പൊ പേരൻസ് പറയുന്നു നന്നായിട്ട് എഴുതുന്നുണ്ട് പക്ഷെ ഒന്നും അറിയില്ല എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലേണിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബ്രെയിൻ, ഇൻ ദ മൈൻഡ്. അത് നടക്കുന്നില്ലല്ലോ. വരയ്ക്കാനുള്ള കഴിവാണ് റൈറ്റിംഗിൽ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. നന്നായി വരയ്ക്കാൻ കഴിയുന്നു, നന്നായിട്ട് എഴുതും എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് റൈറ്റിംഗിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടികൾക്ക് കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് റൈറ്റിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കുട്ടി LKG ക്ലാസ്സിലേക്ക് എത്തിയിട്ട് എഴുതാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ ആ ബേസിക് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റിംഗ് എന്നുള്ളത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജിനെ പകർത്തുക എന്നുള്ളത് മാത്രമാണ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഡ്രോയിങ് സംതിങ് ഫ്രം യുവർ മൈൻഡ്. വി ആർ കോപ്പിങ് ആൻ ഇമേജ് ഫ്രം ദ മൈൻഡ്, അല്ലേ? ഇപ്പൊ എനിക്ക് ലെറ്റർ A എഴുതണമെങ്കിൽ ലെറ്റർ Aയുടെ രൂപം എൻ്റെ തലയിൽ, എൻ്റെ ബ്രെയിനിൽ കാണാൻ പറ്റണം. ആ കാണുന്നതിനാണ് പ്രാധാന്യം. കണ്ടില്ലെങ്കിൽ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ എല്ലാം പ്രശ്നം അതാണ്. അവർക്ക് ആ ഇമേജ് ക്രിയേഷൻ, വിഷ്വൽ പെർസെപ്ഷൻ വളരെ കുറവാണ്. അത് ഭയങ്കര കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അക്ഷരങ്ങൾ കാണിക്കുക. അതുകൊണ്ടാണ് LKGയിൽ നമ്മൾ എപ്പോഴും അക്ഷരങ്ങളെ കാണുകയും വായിക്കുകയും, അതായത് അക്ഷരങ്ങളുടെ ശബ്ദം വെച്ച് വായിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ കുട്ടി വരുമ്പോൾ തന്നെ എഴുതിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരു തെറ്റായ രീതിയുമാണ്. പക്ഷെ നമ്മളത് മാറാൻ തയ്യാറല്ല. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? അക്ഷരങ്ങളെ കാണണം, അക്ഷരങ്ങളെ കണ്ട് തിരിച്ചറിയണം, അക്ഷരങ്ങളുടെ രൂപത്തെ സ്കാൻ ചെയ്ത് മനസ്സിൽ പതിപ്പിക്കണം. അതായത് ഇമേജ് അവിടെ ഫോം ചെയ്യണം. പിന്നെ വരയ്ക്കുകയാണ്. അപ്പൊ ഈ വരയ്ക്കാൻ പിന്നെ വേണ്ടത് എന്താണ്? ഒന്ന് പെൻസിൽ പിടിക്കാനുള്ള അല്ലെങ്കിൽ ക്രയോൺസ് പിടിക്കാനുള്ള കപ്പാസിറ്റി. നമ്മൾ പെൻസിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയും. അത് എങ്ങനെ പിടിക്കണം? നമ്മൾ 2 വിരലുകൾ കൊണ്ട് പിടിച്ച് 3ാമത്തെ വിരൽ അതിന്റെ താഴെ വെച്ച് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഇതാണ് നമ്മൾ പെൻസിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ വരെ പിടിച്ച് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കും, ഇങ്ങനെ എല്ലാ വിരലും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. നമ്മൾ അതിന്റെ കറക്റ്റ് പൊസിഷനിലേക്ക്, കറക്റ്റ് ഹോൾഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതൊന്ന്. ഇത് പിടിക്കുമ്പോൾ ഒരു ബലം കൊടുക്കണം. നമ്മൾ ഒരു വേണ്ട ബലം, ഓവറാവാൻ പാടില്ല, ആവശ്യമുള്ള പ്രഷർ കൊടുക്കണം. അപ്പൊ ആ ഒരു മസിൽ സ്ട്രെങ്ത് കുട്ടിക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വിറയ്ക്കും. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വിറയ്ക്കും, കറക്റ്റ് ലൈൻസിലൂടെ വരയ്ക്കില്ല. പിന്നെ വേണ്ട എന്താണ്? എൻ്റെ കൈ ഞാൻ വയ്ക്കുന്നിടത്ത്, ഉദ്ദേശിക്കുന്നിടത്ത് വയ്ക്കണം, വേണ്ടേ? അപ്പോൾ ഞാൻ മൂവ് ചെയ്യുന്നിടത്ത്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യണം. നമ്മൾ ഇതിന് ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയും. കണ്ണും നമ്മുടെ കൈകളും തമ്മിലുള്ള ഒരു ചേർന്നുള്ള പ്രവർത്തനം. ഈ കോർഡിനേഷൻ നടക്കുന്നത് തലച്ചോറിലാണ്. അപ്പൊ ആ കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഞാനൊരു കുപ്പി എടുക്കുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ കൈവയ്ക്കണം, പ്രഷർ കൊടുത്തിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റണം. ഇതൊരു കോർഡിനേഷനാണ്. ഭക്ഷണം എടുത്ത് വായിലേക്ക് വയ്ക്കുന്നത്, നമ്മള് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നത് ഒരു കോർഡിനേഷനാണ്. അപ്പൊ ആ കോർഡിനേഷൻ ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ മാറിപ്പോകും. അതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ കോർഡിനേഷൻ ഇല്ല. ഇത് നമ്മൾ പതിയെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വായുടെ ഉള്ളിലേക്ക് വയ്ക്കുന്ന സമയത്തേക്ക് വരുന്നത് ആ കോർഡിനേഷനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണ്ടേ ഒരു കുട്ടിക്ക് എഴുതാനായിട്ട്? ഇത് 3ഉം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്.
സോ റൈറ്റിംഗിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടികൾക്ക് പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ആക്ടിവിറ്റീസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ആക്ടിവിറ്റീസ് ധാരാളമുണ്ട്, പക്ഷെ നമ്മൾക്ക് ലെറ്റേഴ്സ് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ടയർ ചെയ്യിക്കുന്നത്, പേപ്പർ കീറുന്നതിലൂടെ ഫിംഗർ മസിൽ സ്ട്രെങ്ത് അത് ഉണ്ടാകാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബോട്ടിലിന്റെ ലിഡ് ഓപ്പൺ ചെയ്യിക്കുന്നതും ക്ലോസ് ചെയ്യിക്കുന്നതും 3 വിരലുകൾ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കുക, അത് ക്ലോസ് ചെയ്യിക്കുക, നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്കൊക്കെ പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരെ സ്ക്രിബിൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്ക്രിബിളിംഗ്, ഞാനിപ്പോൾ അത് കാണിക്കാൻ പോകുന്നത് സ്ക്രിബിളിങ്ങിനെ കുറിച്ചാണ്. പിന്നെ അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ ഓരോ ലെറ്റേഴ്സിന് മുമ്പ് കൊടുക്കാവുന്ന കുറച്ച് ആക്ടിവിറ്റികളാണ്. ഈ ആക്ടിവിറ്റികളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിന്റെ റൂട്ട് മാപ്പ്, അത് അക്ഷരത്തിന്റെ റൂട്ട് എന്താണെന്ന്, അതിന്റെ ആ സ്ട്രക്ചർ എന്താണെന്ന് കുട്ടി മനസ്സിൽ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ആ സ്കാനിങ് ഓക്കെ ആവുക, ഒപ്പം ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുക, മസിൽ സ്ട്രെങ്ത് ഉണ്ടാവുക, പെൻസിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യിക്കാം, ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കുട്ടികളെ ചെയ്യിക്കാവുന്നതാണ്. അതിലൂടെ ഗ്രാജുവലി വേണം റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ. കാരണം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല പിള്ളേർക്ക്. ഇതേ സമയം തന്നെ കേഴ്സീവ് ലെറ്റേഴ്സ് വരെ എഴുതിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കും, പക്ഷെ കുറച്ച് കടന്ന കൈയാണെന്ന് മാത്രം പറയും. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് കേഴ്സീവിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അത് എഴുതുന്നത് അവർ ബ്രില്യൻ്റ് ആയതുകൊണ്ടാണ് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ മറ്റു പല അവർക്ക് വേണ്ട നല്ല സിറ്റുവേഷൻസും കളിക്കാനുള്ള അവസരങ്ങളും ഒക്കെ തടഞ്ഞിട്ടാണ് നമ്മൾ ഈ കേഴ്സീവ് റൈറ്റിംഗിലേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കൊച്ചു കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സ്ക്രിബിളിംഗ് ആണ്. സ്ക്രിബിളിംഗ് എന്ന് വെച്ചാൽ കുത്തി വരയ്ക്കുക എന്ന് മലയാളത്തിൽ പറയുന്ന സ്ക്രിബിളിംഗ്. നമ്മളപ്പോൾ സ്ക്രിബിൾ ചെയ്യിക്കേണ്ടത് പല രീതിയിൽ സ്ക്രിബിൾ ചെയ്യിക്കാം. അതായത് കൺട്രോൾഡ് സ്ക്രിബിളിംഗ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫ്രീ സ്ക്രിബിളിംഗ് ചെയ്യിക്കാം. ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പറിൽ സ്ക്രിബിൾ ചെയ്യിക്കുക. സ്ക്രിബിൾ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഫ്രീ ആണെന്നാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ സ്ക്രിബിൾ ചെയ്യിക്കാം പിള്ളേരെ, ഇങ്ങനൊരു പാറ്റേൺ സ്ക്രിബിൾ ചെയ്യിക്കാം. വട്ടത്തിൽ വെറുതെ ഇങ്ങനെ വട്ടത്തിൽ കുത്തി വരപ്പിക്കാം. അതുപോലെ ഇങ്ങനെ എന്താണ് വേവി ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ചെയ്യിക്കാം. അപ്പൊ സ്ക്രിബിളിംഗ് ഏത് രീതിയിൽ വെള്ളം കൊടുക്കാം. ഇനി നമ്മൾ സ്ക്രിബിൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ന്യൂസ് പേപ്പറിൽ നമ്മുടെ ലെറ്റർ ഫോർമേഷന്റെ ബേസിക് എന്ന് പറയുന്ന ഒന്ന് സ്റ്റാൻഡിങ് ലൈൻ, മുകളിൽ നിന്ന് താഴേക്കുള്ള സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ ചെരിഞ്ഞത്, സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, സൈഡിൽ നിന്ന് റൈറ്റിലേക്ക്. അപ്പോൾ അതിന്റെ ഡിറക്ഷൻ കറക്റ്റ്. അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ, ഇത് ഇങ്ങനെ ഒരു ലൈൻ. പിന്നെയുള്ളത് കേർവുകളാണ്, വളവുകൾ. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റിലേക്കൊരു കേർവ്, റൈറ്റിലേക്കൊരു കേർവ്, മുകളിലേക്കൊരു കേർവ്, താഴേക്കൊരു കേർവ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് റൈറ്റിലേക്കുള്ള കർവ്, ഇത് ലെഫ്റ്റിലേക്ക്, ഇത് താഴേക്ക്, ഇത് മുകളിലേക്ക്. ഈ കർവുകൾ പിള്ളേരെ കൊണ്ട് നമുക്ക് കുത്തി വരപ്പിക്കാം, അതായത് സ്ക്രിബിൾ ചെയ്യിക്കാം. അപ്പോൾ ഈ കർവുകളെല്ലാം ചെയ്താൽ മലയാള അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു കർവ് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഈ വള്ളി ഒക്കെ അതുപോലെ താഴത്തേക്ക് ഊന്റെ ചിഹ്നം, ഇത് നമ്മൾക്ക് പല രീതിയിൽ പലതവണ സ്ക്രിബിൾ ചെയ്യിക്കാം. ഇങ്ങനെ എന്ത് നമുക്ക് ചെയ്യിക്കാം. നമ്പേഴ്സ് എഴുതുമ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് സ്ക്രിബിൾ ചെയ്യിക്കാം, തിരിച്ച് നമുക്ക് ചെയ്യിക്കാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പറയാറുണ്ട് ഗ്രാൻഡ് ഫാദർ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞാലേ, വടി കുത്തിപ്പിടിക്കുന്ന ഈ വടി ഇപ്പുറത്തേക്ക്, സ്റ്റിക്ക് ഇപ്പുറത്തേക്ക്, അതുപോലെ ഹോക്കി സ്റ്റിക്ക് മുകളിലേക്ക്, ഹോക്കി സ്റ്റിക്ക് താഴേക്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഈ പാറ്റേൺസ് എല്ലാം പിള്ളേരെ സ്ക്രിബിൾ ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് ശരിക്കും റൈറ്റിങ്ങിൽ ഈസി ആയിട്ട് വരും. ഓക്കെ, അപ്പം ഈ സ്റ്റാൻഡിങ് സ്ലീപ്പിംഗ് ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ. ഇപ്പൊ ജനൽ കമ്പികളിൽ സ്ലീപ്പിംഗ് ലൈൻസ് ഉണ്ട്, സ്റ്റാൻഡിങ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു മരം നേരെ നിൽക്കുകയാണെങ്കിൽ അതിലൊരു സ്റ്റാൻഡിങ് ലൈൻ ഉണ്ട് താഴേക്ക്. അത് ചെരിഞ്ഞ് കിടക്കുവാണെങ്കിൽ അതിലൊരു സ്ലാൻഡിങ് ലൈൻ ഉണ്ട്, അല്ലേ? അത് വീണ് കിടക്കുകയാണെങ്കിൽ, അത് മറിഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ അതിലൊരു സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട്. ഇതൊക്കെ ഞാനൊരു കഥ പോലെ മറ്റൊരു വീഡിയോയിൽ ചെയ്തു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് സ്ക്രിബിൾ ചെയ്യിക്കാം പിള്ളേരെ. ഇനി ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ റഫ് ബുക്കിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ക്രയോൺസ് കൊണ്ട് ഒരു ലെറ്റർ എയുടെ എക്സാമ്പിൾ ലെറ്റർ എ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ ഡിറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ലെഫ്റ്റിലേക്ക് ഒരു സ്ലാന്റിംഗ് ലൈൻ, റൈറ്റിലേക്ക് ഒരു സ്ലാന്റിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇത് വരച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേളിൽ തന്നെ കുട്ടികളെ കൊണ്ട് വരപ്പിക്കണം, ട്രേസ് ചെയ്യിക്കണം. അപ്പോൾ അതിൽ പലതവണ പല ക്രയോൺസ് ഒക്കെ ഉപയോഗിക്കാം, കളറുള്ള ക്രയോൺസ് ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും ചെയ്യാൻ. അതിൻ്റെ മേളിലൂടെ തന്നെ വരപ്പിക്കുക, മേളിലൂടെ തന്നെ ഒരു 5 പ്രാവശ്യമെങ്കിലും വരപ്പിക്കുക. അപ്പോൾ ആ റൂട്ട് അവർക്ക് മനസ്സിലാകും. അതൊന്ന്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നമ്മൾ ഈ ലെറ്ററിൻ്റെ
ഒരു എന്താണ് അതിൻ്റെ ഒരു സ്കെൽട്ടൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കളർ ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു പാറ്റേൺ, ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കളർ ചെയ്യാൻ പറയും. അപ്പോൾ അത് അവരിങ്ങനെ കളർ ചെയ്യുമ്പോൾ ആ കളർ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, അതിൻ്റെ കറക്റ്റ് ഡിറക്ഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ആ റൂട്ട് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇതേപോലെ ലെറ്റർ എഴുതി വെച്ച് വിരലുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ, അപ്പോൾ താഴത്തേക്ക് താഴത്തേക്ക്, പിന്നെ ഒരു സ്ലിപ്പിംഗ് ലൈൻ, വിരലുകൊണ്ട് 5 തവണ അവരെ അതിൻ്റെ മുകളിൽ വരപ്പിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിൻ്റെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അടുത്ത ഘട്ടത്തിൽ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് ആ ഡോട്ടുകൾ ജോയിൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ക്രയോൺ കൊണ്ട് താഴത്തേക്ക്, ഇവിടെ നിന്ന് താഴത്തേക്ക്, ഇവിടെ ഒരു സ്ലിപ്പിംഗ് ലൈൻ കണ്ടോ. അപ്പോൾ അത് ജോയിൻ ചെയ്തില്ലേ. അപ്പം നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഫിംഗർ കൊണ്ട് ട്രേസ് ചെയ്യിച്ചു. 2, ക്രയോൺ കൊണ്ട് പലതവണ ട്രേസ് ചെയ്യിച്ചു, പല കളറുകളിൽ. 3, ലെറ്ററിൻ്റെ ഉള്ളിൽ കളർ ചെയ്തു. 4, ലെറ്റർ ഡോട്ട് ജോയിൻ ചെയ്യിച്ചു. അപ്പം അതിൻ്റെ ആ പാത്ത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് അത് എയറിൽ അല്ലെങ്കിൽ ബോർഡിൽ, ചുമരിലൊക്കെ അവരെ കൊണ്ട് വരപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനാ ചെയ്തതെന്നറിയോ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്നുള്ളതിൻ്റെ മാപ്പിംഗ് കറക്റ്റായിട്ട് അതിൻ്റെ സ്കാനിങ് നടക്കും, കുട്ടിക്ക് മനസ്സിലാവും. അപ്പം ഇത് പേരൻസും കൂടെ നോക്ക്, കുട്ടി റൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കുക. ഇതുപോലെ തന്നെ ലെറ്റർ ബി, ലെറ്റർ സി എല്ലാം ഒന്നുകൂടെ ഓർക്കുക. നമുക്ക് ചില ലെറ്റേഴ്സ് എല്ലാം കുറച്ച് പ്രശ്നം കാണും, അതിൻ്റെ ഡിറക്ഷൻ പ്രശ്നം കാണും. അപ്പോൾ അത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുള്ളത് ഒഴിച്ചാൽ ഇങ്ങനെ നമ്മൾ ഓരോ ലെറ്ററിനും ഇത് വേണം. ഇനി ലെറ്റർ ബി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ലെറ്റർ ബിയിൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ പോവുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ ആദ്യം അവർക്കിത് വരച്ചു കൊടുത്തു. ഇതിൻ്റെ മുകളിലൂടെ ഫിംഗർ കൊണ്ട് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ട്രേസ് ചെയ്യിച്ചു. അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അവരെ കൊണ്ട് ക്രയോൺസ് കൊണ്ട് പലതവണ ചെയ്യിച്ചു. നമ്മൾ കൈ പിടിച്ച് എഴുതിക്കരുത്, അത് കുട്ടി തന്നെയാണ് ചെയ്യേണ്ടത്, കൈ പിടിച്ച് ചെയ്യിക്കരുത്. ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്, അത് കളർ ചെയ്യിക്കണം. കുട്ടിയെ അത് കളർ ചെയ്യിക്കാൻ കൊടുത്തു. പിന്നെ അതുപോലെ ഡോട്ട് ഇട്ട് ഈ ഡോട്ട് ജോയിൻ ചെയ്യിക്കാൻ കൊടുത്തു. ഇതിലൂടെയൊക്കെ കുട്ടിക്ക് അതിൻ്റെ മാപ്പിംഗ് കിട്ടും. നിങ്ങൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് 4 ലൈൻസിലേക്ക് കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത് അത്ര ഈസി അല്ല, അത് അവർക്കും ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് 4 ലൈൻസ് ആദ്യമേ ട്രൈ ചെയ്യരുതെന്നാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ 4 ലൈൻസിലേക്ക് നോക്കുന്നു. അപ്പം നമുക്ക് ആദ്യം വേണ്ട എന്താണ്, ഈ ലൈനുകളും കർവുകളും വരയ്ക്കാൻ നല്ല ബലത്തിൽ, നല്ല ഭംഗിയായിട്ട്, ബോൾഡായിട്ട് വരയ്ക്കാനായിട്ട് കുട്ടിക്ക് പറ്റണം. കുട്ടിയുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഫിംഗർ മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ ഇത്രയൊക്കെ ആയിട്ടും പറ്റുന്നില്ലായിരിക്കും, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, നമ്മൾ അത് ചെയ്യില്ല. ഓക്കെ. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. വിഷ്വൽ പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബുക്ക് എടുത്ത് വെച്ച അച്ഛനും അമ്മയ്ക്ക് കൂടെ ഇരുന്ന് മോളെ കണ്ട ഇത് ലെറ്റർ എ ഇങ്ങനെ ഒന്ന് വരയ്ക്കൂ, ഫിംഗർ കൊണ്ട് വരപ്പിക്കുക. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർക്കാണ്. അപ്പോൾ കൊച്ചിനത് മനസ്സിലാവും, അവൻ്റെ തലയിലേക്ക് ആ ഇമേജ് വരും. ഇതാണ് ലെറ്റർ എ. ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ താഴേക്ക്, പിന്നെ ഇങ്ങനെ 2 കർവുകളാണ്. ഈ ബോധം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്ഷമ വേണം, കുറച്ച് സമയം എടുക്കണം. കുട്ടി പതിയെ എഴുതാൻ പഠിച്ചാൽ മതി. പക്ഷെ അതല്ലാത്ത ഒരുപാട് സ്കിൽസ് വേറെ ഉണ്ടാവേണ്ടതുണ്ട്, സംസാരിക്കാനും ഒക്കെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. അതിൽ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ട് മീ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട്, പ്രഷർ ഫ്രീ ആയിട്ട് എഴുതാനും വായിക്കാനും പഠിക്കട്ടെ. താങ്ക് യു സോ മച്ച്.